ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിൽ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ ബേസിക് ഫാക്ട്സും അതിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് രീതിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെക്കാൻ പീഠഭൂമി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, സമുദ്രങ്ങൾ. നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലുണ്ട്, പശ്ചിമഘട്ടമുണ്ട്, പൂർവ്വഘട്ടമുണ്ട്, സമുദ്രങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭൂപ്രകൃതി തിരിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായൊരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയൊക്കെ എന്താണ്, അതിൻ്റെ അകത്ത് വരുന്നൊരു പാർട്ട് മാത്രമാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്താണ്, നമ്മുടെ കേരളത്തെ തിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസറിലോട്ട് വരാം. അതായത് ഭൂമിയുടെ അതായത് നമ്മുടെ ഇന്ത്യയിലെ വ്യത്യാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് നമ്മുടെ SCERT +1 ടെക്സ്റ്റാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ PDF ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ തരാം. ഓക്കെ, അതായത് ഈ ക്ലാസിഫിക്കേഷന് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയാറ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SCERT +1 തന്നിരിക്കുന്നത്. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. എങ്ങനെ ഇതിൽ ചില സ്ഥലങ്ങളിൽ ഇന്ത്യൻ മരുഭൂമി എന്ന് തരാറില്ല. ഇന്ത്യൻ മരുഭൂമിക്ക് പകരം അത് ഉപദ്വീപീയ പീഠഭൂമി ആ ഒരു ടോപ്പിക്കിലായിരിക്കും വരുന്നത്. ഇത് തന്നെ ഇങ്ങനെ പറയും. നമ്മൾ എടുക്കുന്നത് ഉത്തര പർവ്വത മേഖല, പിന്നെന്താണ് ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അതേപോലെ തീരസമതലങ്ങൾ, ദ്വീപുകൾ. ചിലതിൽ തീരസമതലങ്ങളും ദ്വീപുകളും ഒന്നായിട്ട് പറയും, ചിലയിടത്ത് ഇവ രണ്ടും ഒന്നായിട്ട് പറയും. അപ്പോൾ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്? ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, അതേപോലെ ദ്വീപുകൾ. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ SCERT തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇതാണ് ഫിഗർ. അതായത് ഇതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇങ്ങനെ വരുന്നൊരു പ്രദേശത്തെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇങ്ങനൊരു പാർട്ടാണ് എന്ത് സാധാരണ പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നതാണ് എന്ത് നമ്മുടെ തീരപ്രദേശങ്ങളും, പിന്നെയുള്ളത് എന്താണ് ഐലൻഡ്സുമാണ്, ദ്വീപുകളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിക്കേ, ഈ പറഞ്ഞ ഒന്നും നമ്മുടെ ആൻസറിൽ തന്നിട്ടില്ല. ഇവിടെ ഒരു ഉത്തരമഹാസമതലം ഉണ്ട്, പക്ഷേ ബാക്കിയുള്ളവയില്ല. ഹിമാലയൻ, ഡെക്കാൻ പീഠഭൂമി എന്നില്ല. ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്, ഉത്തര പർവ്വത മേഖലയുടെ ഒരു പാർട്ടാണ്. സോ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആൻസർ ഇല്ല. 2021 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയം നമുക്കൊന്ന് പഠിച്ചിട്ട് വരായത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതിൽ ആദ്യത്തേതാണ് ട്രാൻസ് ഹിമാലയ, പിന്നെയുള്ളത് ഹിമാലയ, പിന്നെയുള്ളത് കിഴക്കൻ മലനിരകൾ. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് കണ്ടോ, ഈ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഹിമാലയം, ഈ കാണുന്നതാണ് കിഴക്കൻ മലനിരകൾ. കണ്ടോ, ഇങ്ങനെയാണ് മൂന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ഹിമാലയത്തിൻ്റെ 3 ക്ലാസിഫിക്കേഷനാണ് ഏതൊക്കെ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? കിഴക്കൻ മലനിരകൾ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പട്ഗായിബം, നാഗാ കുന്നുകൾ, ഗാസിഗാരോ, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ഇവയ്ക്ക് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാവണം. കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് വരും. ഇവിടെയാണ് ഹിമാലയം, ഇതാണ് ട്രാൻസ് ഹിമാലയം എന്നുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നായിരിക്കും. അപ്പോൾ ഏതായിരിക്കും? ലഡാക്ക്, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് 3മാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പോൾ ഏത് വരും? നാഗാ കുന്നുകളില്ല, പത്കായിബമില്ല, സിവാലിക് മലനിരകളില്ല. അതേതാണ്? ഹിമാലയത്തിൻ്റെ പാർട്ടാണ്. സോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ലഡാക്കും സസ്കറുമാണ്. ഇവിടെ ഒരു കാരക്കോറം കൂടി ഉണ്ടെങ്കിൽ അതങ്ങ് പൂർത്തിയാകും. ഓക്കെ, എന്താണ് ലഡാക്കിൻ്റെ പ്രത്യേകത? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പീഠഭൂമിയാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നു, ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നു. ലഡാക്കിലുള്ള പ്രവേശന കവാടം അറിയപ്പെടുന്നത് എന്താണ്? ദ്രാസ് എന്നാണ് ഇന്ത്യയിലേക്കുള്ള ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവ 3മാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗം അറിയപ്പെടുന്നത്, ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്കു ഭാഗം, അതായത് ഈ ഹിമാലയ പർവ്വതത്തെ മൂന്നായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. തെക്ക് ഭാഗം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. തെക്കെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇവിടെയായിട്ടാണ് അല്ലേ? നമുക്ക് ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇതാണ് ഹിമാദ്രി, ഇതാണ് ഹിമാചൽ, ഇതാണ് സിവാലിക്. ഓക്കെ, പിക്ചർ കാണിച്ചു തരാം. കണ്ടോ? ഏറ്റവും മുകളിൽ കാണുന്ന ഹിമാചൽ, ഇത് ഹിമാദ്രി, ഇത് സിവാലിക്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുവാണ് ഏറ്റവും തെക്ക് ഭാഗമെന്ന് ചോദിക്കുമ്പോൾ ഏതായിരിക്കും ആൻസർ? സിവാലിക്കാണ്. ഏറ്റവും വടക്ക് ഭാഗമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഹിമാദ്രി ആയിരിക്കും. ഹിമാദ്രി അതായത് നടുക്കത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഹിമാചൽ എന്നായിരിക്കും ആൻസർ വരുന്നത്. അതിൽ തന്നെ അതിനെന്താണ്? കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ്. ഏകദേശം 6000 മീറ്ററാണ് അവിടുത്തെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റമാണ് എന്ത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഇനി ചോദിക്കും, ഹിമാദ്രിക്ക് തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹിമാദ്രി, ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്കെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഏതാണ്? ഹിമാചൽ ആയിരിക്കും. ഇവിടെ 6000 മീറ്ററാണ് ഉയരമെങ്കിൽ ഇവിടെ ഏകദേശം 3000 മീറ്റർ ആയിരിക്കും ഉയരം. ഗ്രേറ്റർ ഹിമാലയത്തിലെ ഹിമാചൽ നിന്ന് വേർതിരിക്കുന്നതാണ് എന്താ? ഈ ഹിമാലയം ഹിമാചൽ തമ്മിൽ വേർതിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് ഗ്രേറ്റർ ഹിമാലയം എന്ന് പറയുന്നത്. മെയിൻ സെൻട്രൽ തേഴ്സ്റ്റ് എന്ന് പറയും. ഓക്കെ, ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയ ഓർ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. ഇനി ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഏതായിരിക്കും? ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലും ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക്കുമാണ്. എന്താണ് സിവാലിക്കിൻ്റെ പ്രത്യേകതകൾ? മറ്റുള്ള ഹിമാലയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ്. അതേപോലെ 1220 മീറ്ററാണ് ഏകദേശം ഹൈറ്റ് വരുന്നത്. ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്നതാണ് സിവാലിക് എന്ന് പറയുന്നത്. ശിവൻ്റെ തിരുമുടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന്? ലോകത്തിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് നമുക്കറിയാം, മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലേക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എവിടെയാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? അത് നേപ്പാളിലാണ്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താണ്? അത് സാഗർ മാത എന്നാണ്. സാഗർ മാത. എവറസ്റ്റിൻ്റെ നേപ്പാളിലെ പേരാണ് സാഗർ മാത. ഓക്കെ, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് എവറസ്റ്റ്. ഏകദേശം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2020 അതിൻ്റെ ഹൈറ്റ് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതായത് അതിന് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയാണ്? 88,48.86 മീറ്റർ, അഥവാ 31,069 അടി. ഇതാണ് തന്നിരിക്കുന്നത്. ഈ 88-48 പഠിച്ചാൽ മതി. ഇതിന് വലിയ മാറ്റമൊന്നും വരാറില്ല. 88-48 ആയിരുന്നു 1954 സർവേ ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ച എവറസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അതെന്താ ചെറിയ രീതിക്ക് എന്താ കൂടി വരുന്നുണ്ട്. ഇനി എന്താണ് മൗണ്ട് കേറ്റു? മൗണ്ട് കേറ്റുവിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് എന്താണ്? അത് മൗണ്ട് കേറ്റു ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതാണ് മൗണ്ട് കേറ്റു. ലോകത്തിലെ ഇനി നന്ദാദേവിക്ക് എന്താണ് പ്രത്യേകത? നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തേത്. നന്ദാദേവിക്ക് എന്താണ് പ്രത്യേകത? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടി. അത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ഗോഡ്വിനോസിൻ. ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് ഗോഡ്വിനോസിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോഡ്വിനോസിൻ ഏത് പർവ്വത നിരയിലാണ്? അത് നമ്മുടെ കാരക്കോറമാണ്. നമുക്കറിയാം ഏതാണ്? ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോഡ്വിനോസിൻ എവിടെയാണ്? കാരക്കോറം നിരയിലാണ്. ഓക്കെ, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ
മൗണ്ട് ഗേറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്താ, ഗോഡ്വിനോസിൻ അല്ലേ. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 8661 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായി ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്നൊരു കൊടുമുടിയുണ്ട്, അതാണ് എന്താ, കൈലാസം എന്നറിയപ്പെടുന്നത്. ഇനി കാരക്കോറം പർവ്വതനിരയിലെ പ്രധാനപ്പെട്ട ഹിമാനികളാണ് ഏത്, സിയാച്ചിൻ. സിയാച്ചിൻ എന്ന് പറയുന്നത് എവിടെയാണ്, കാരക്കോറം പർവ്വതനിരയിലെ ഒരു ഹിമാനിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്, സോൻമാർഗ് എവിടെയാണ് സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്, അത് നമ്മുടെ ജമ്മു കാശ്മീരിലാണ് സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്താണ്, മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്നതാണ് ഈ സോൻമാർഗ് എന്ന് പറയുന്നത്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏതാണ്, കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്ത്, നമ്മുടെ ഹിമാലയ നിരകളിലെ ഏതാണ്, ഹിമാചലാണ്. ഹിമാചലിൽ ഏതൊക്കെയുണ്ടെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി. അതേപോലെ 2-3 എണ്ണമുണ്ട്. എന്താണ്, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ്, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി, അത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നതാണ് കൊടൈക്കനാൽ. നോക്കിക്കേ, മസൂറി, നൈനിറ്റാൾ, റാണിഗഡ്, അൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ ഇവയെല്ലാം എവിടെയാണ്, ഉത്തരാഖണ്ഡിലാണ്. ഡാർജിലിംഗ് എവിടെയാണ്, പശ്ചിമ ബംഗാൾ. കണ്ട, നമുക്കിപ്പോൾ ചോദിച്ച ക്വസ്റ്റൻ എന്തായിരുന്നു, സോനാമാർഗ്, ജമ്മു കാശ്മീർ. അപ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോനാമാർഗ്, ഗുൽമാർഗ്, ശ്രീനഗർ, പഹൽഗാം ഇവിടെയൊക്കെ എവിടെയാണ്, ജമ്മു കാശ്മീരിലാണ്. സിംല, ചമ്പ, ധർമ്മശാല, ലാഹോൾ, സപ്തി, ഡൽഹൌസിയൊക്കെ എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്. തവാങ് എവിടെയാണ്, അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് തേയില കൃഷി ചെയ്യുന്ന മേഖലകളാണ് അല്ലേ. നമുക്കറിയാം ഉയരം കൂടുന്തോറും എന്താണ്, തേയിലയ്ക്ക് രുചി കൂടുമെന്ന് പറയുന്ന പോലെ നമുക്കറിയാം മലനിരകളിലാണ് കൂടുതലായിട്ട് തേയില കൃഷി ചെയ്യുന്നത്. തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവയാണ് മെയിനായിട്ട് നമുക്ക് അവിടെ കൃഷി ചെയ്യുന്നത്. ഓറഞ്ച് ആപ്പിൾ നമുക്കറിയാം തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഓറഞ്ച് ആപ്പിളൊക്കെ. അപ്പോൾ ഹിമാലയമായിട്ട് ബന്ധപ്പെട്ടത് ശരിയാണ്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഇതാണ് നമുക്കിവിടെ തെറ്റായ. അപ്പോൾ ആൻസർ ഇവിടെ ഏതാണ്, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്നുള്ളതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. സത്ലജ് നദിക്കും കാളിന്തി നദിക്കും ഇടയിലുള്ള ഹിമാലയം അറിയപ്പെടുന്ന പേര് എന്താണ്? സത്ലജ് നദിക്കും കാളിന്തി നദിക്കും ഇടയിലുള്ളത്. ഇത് നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ, അതായത് ഹിമാലയത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയത്. നോക്കിക്കേ, കണ്ടോ, സത്ലജ് മുതൽ സിന്ധു ടു സത്ലജ് എന്താണ് അറിയപ്പെടുന്നത്? പഞ്ചാബ് ഹിമാലയം. ഇതാണ് സിന്ധു മുതൽ സത്ലജ് വരെയാണ് എന്ത്, പഞ്ചാബ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇനി സത്ലജ് ടു അടുത്ത ഏതായിരിക്കും? സത്ലജ് ടു കാളിയാണ് എന്ത്, സത്ലജ് ടു കാളി എന്ത് വരും? കുമയൂൺ ഹിമാലയം എന്ന് വരും. അടുത്തത് എവിടെയായിരിക്കും തുടങ്ങേണ്ടത്? കാളി. കാളി മുതൽ ടീസ്റ്റ വരെ നേപ്പാൾ ഹിമാലയവും ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ എന്താണ്? അസം ഹിമാലയവുമാണ്, ബ്രഹ്മപുത്ര. അപ്പോൾ സിന്ധു ടു സത്ലജ്, സത്ലജ് ടു കാളി, കാളി ടു ടീസ്റ്റ, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഇതാണ് ഓർഡർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? സത്ലജ് നദിക്കും കാളിന്തി നദിക്കും ഇടയിലുള്ളത് ഏതാണ്? കുമയൂൺ ഹിമാലയമാണ് സത്ലജിനും കാളിന്തിക്കും ഇടയിലായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. കൊടിമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വത ആരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? അത് നമ്മുടെ കാഞ്ചൻജംഗയാണ്. എന്താണ് കാഞ്ചൻജംഗയുടെ പ്രത്യേകത? അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് എന്ത്, കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പിന്നെ എന്താണ് പ്രത്യേകത? ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി, ഹിമാദ്രിയിലെ ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അതേപോലെ തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. എവിടെയാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ സിക്കിമിലാണ്. മൗണ്ട് കെ2 എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിലല്ല. അപ്പോൾ എന്താണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കുമ്പോൾ എന്ത് വരും? കാഞ്ചൻജംഗ വരും. 5 കൊടുമുടികൾ ചേർന്നതാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. എന്താണ് കാഞ്ചൻജംഗ എന്ന വാക്കിൻ്റെ അർത്ഥം? മഞ്ഞിലെ 5 നിധികൾ, അതാണ് 5 കൊടുമുടികളല്ലേ, അതുകൊണ്ടാണ് പറയുന്നത് മഞ്ഞിലെ
5 നിധികൾ എന്നുള്ളതാണ് കാഞ്ചൻജംഗ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? നന്ദാദേവിയാണ്. ഓക്കെ, ഇങ്ങനത്തെ കണക്റ്റഡ് ആയിട്ട് വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട്. കാര്യം ഈ ഒരു ഏരിയ എന്നൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ. പക്ഷെ അപ്പോൾ അത് എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടി പഠിച്ചു പോവുക. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ അത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ആദ്യ രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ ആരാണ്? ആദ്യ രാഷ്ട്രപതി നമ്മുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം APJ അബ്ദുൽ കലാമാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നമ്മുടെ മൻമോഹൻ സിംഗും. രണ്ടാമതാരാണ്? സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ. സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ആര്? നമ്മുടെ നരേന്ദ്രമോദി. ഓക്കെ, ഇത് ആദ്യ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണെങ്കിൽ രണ്ടാമത് സിയാച്ചിൻ സന്ദർശിച്ചത് ആരാണ്? രാംനാഥ് കോവിന്ദാണ് രണ്ടാമത് സിയാച്ചിൻ സന്ദർശിച്ച ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത്. എന്താണ് സിയാച്ചിൻ്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. റോസാപ്പൂക്കൾ സുലഭം എന്നുള്ളതാണ് സിയാച്ചിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അതേപോലെ ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് എന്തെന്ന് പറയുന്നത്? സിയാച്ചിൻ. ധ്രുവപ്രദേശങ്ങളിലാണ് സാധാരണയായി ഹിമാനികൾ കാണപ്പെടുന്നത്. ധ്രുവപ്രദേശങ്ങളിലല്ലാതെ രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് ഇത് സിയാച്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എവിടെയാണ്? സിയാച്ചിനിലാണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ഏകദേശം 76 കിലോമീറ്ററോളമാണ് സിയാച്ചിൻ ഉള്ളത്. സിയാച്ചിൻ ഹിമാനിയുടെ വടക്കാണ് എന്ത്? ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം എവിടെയാണ്? ഇന്ദിരാക്കോളാണ്. അതെവിടെയാണ്? സിയാച്ചിനാണ്. സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് എന്ത്? നുബ്ര. നുബ്ര എന്ന് പറയുന്നത് സിയാച്ചിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. നുബ്ര നദി ചെന്ന് ചേരുന്ന സിന്ധു നദിയുടെ പോഷക നദിയാണ് ഏത്? ഷ്യോക്ക്. നുബ്ര ചെന്ന് ഷോക്കിൽ ചേരും, ഷോക്ക് ചെന്ന് എവിടെ ചേരും? സിന്ധു നദിയിൽ ചേരും. ഓക്കെ, അതേപോലെ സിയാച്ചിൻ പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് എന്ത്? ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് സിയാച്ചിൻ പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ്. തേർഡ് പോൾ, മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഏതാണ്? സിയാച്ചിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി ഏത്? ചുരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഷിപ്കില ചുരം എവിടെയാണ്? അരുണാചൽ പ്രദേശാണോ? ഷിപ്കില എവിടെയാണ്? ഷിപ്കില നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില. ജലപ്ല ചുരം, ജലപ്ല എവിടെയാണ്? നമുക്കിവിടെ ശരിയായത് തന്നിരിക്കുന്നത് നാദുല സിക്കിം. ഞാനിത് പഠിച്ചു വെച്ചിരിക്കുന്നത് നാദുസ എന്നാണ്. നാദുല സിക്കിം അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തത്. അന്ന് എന്തോ പഠിച്ചപ്പോൾ ഒരു കോഡ് കിട്ടിയതാണ്, പക്ഷെ അത് ഇതുവരെ ഞാൻ മറന്നിട്ടില്ല. ജലപ്ല ചുരം എവിടെയാണ്? ജലപ്ലയും എവിടെയാണ്? സിക്കിമിലാണ്. ഇനി കാരക്കോറം എവിടെയാണ്? കാരക്കോറം ചുരം അത് നമ്മുടെ ലഡാക്കിലാണ്. കാരക്കോറം ലഡാക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ? ഷിപ്കില ഹിമാചൽ പ്രദേശാണ്. നമുക്ക് കുറച്ച് ചുരങ്ങളെ പറ്റി പഠിക്കാം. നമുക്ക് നോക്കിക്കേ, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത്, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന്? അതേതാണ്? ഓപ്ഷൻ എ ഷിപ്കില ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ശ്രീനഗർ കാർഗിൽ ഏതാണ്? സോജില. സോജില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിൽ മേഖലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിബുലേഖ് എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഹിമാചലിനെയും ടിബറ്റിനെയും ഏതാണ്? ഹിമാചൽ ടിബറ്റ് ആണെങ്കിൽ അത് ഷിപ്കിലയാണ്, ഷിപ്കില. അതേപോലെ ശ്രീനഗർ കാർഗിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? സോജില. അരുണാചൽ പ്രദേശ് ഭൂട്ടാനല്ല, ടിബറ്റ് ആണെങ്കിൽ അത് ബോംഡില ചുരം വരും, ബോംഡില ചുരം വരും. ഓക്കെ, നോക്കിക്കേ, ബനിഹാൽ. ബനിഹാൽ എന്ന് പറയുന്നത് ഏതാണ്? ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഗാർതുങ്ല എവിടെയാണ്? ലഡാക്കിലാണ്. ലേയെയും സിയാച്ചിൻ. ദെബ്സ എവിടെയാണ്? കുളു സപ്തി താഴ്വര. ലിബുലേഖ് ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഷിപ്കില ഹിമാചൽ ടിബറ്റ്. സോജില ശ്രീനഗർ കാർഗിൽ. നാദുല സിക്കിം ടിബറ്റ്. ബോഡില അരുണാചൽ പ്രദേശ് ടിബറ്റ്. റോഹ്താങ് കുളു ലഹുൽ സപ്തി താഴ്വരകൾ. ഡിഹാങ് അരുണാചൽ പ്രദേശ്. ബാരാലാച്ല ഹിമാചൽ പ്രദേശിനെ ലേയും തമ്മിൽ. ജലപ്ല സിക്കിം ലഡാക്ക്. ഇതൊക്കെ കോമൺ ആയിട്ട് എപ്പോഴും PSC ചോദിക്കുന്ന കുറച്ച് ചുരങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് കരേവ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 17, ഇത് 18, ഇത് 19. ഈ ക്വസ്റ്റ്യൻ 4 നമ്മുടെ SCERTയുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കരേവ സ്ഥലം കാണപ്പെടുന്നത് എന്താണ്? കരേവ സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കണ്ടോ, കരേവ എന്ന് പറഞ്ഞാൽ ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പം ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയൊരു നിക്ഷേപം, ഒരു മണ്ണിനമാണ് എന്ത് കരേവ എന്ന് പറയുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഇതിൽ ഉൾപ്പെടുന്നു. എവിടെയാണ് അവർ പറയുന്നത്? കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ കാര്യം പറയുകയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കണ്ടോ, കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനത്തിന് കാശ്മീർ ഹിമാലയം പ്രസിദ്ധമാണ്. ഇതാണ് നമുക്ക് വേണ്ട പോയിന്റ്. അപ്പം നോക്കിക്കേ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും, കാശ്മീർ ഹിമാലയത്തിലാണ് കരേവ സ്ഥലം കാണപ്പെടുന്നത്. കാശ്മീർ ഹിമാലയം. നെക്സ്റ്റ് എന്താണ്? ഏത് സംസ്ഥാനത്താണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്? ലോക്തക് തടാകം എവിടെയാണ്? അത് മണിപ്പൂരാണ് ലോക്തക് തടാകം. നോക്കിക്കേ, ഇതാണ് ലോക്തക് തടാകം. നല്ല രസമല്ലേ കാണുന്നത്? അതായത് കരയാണ് ഇവിടെ ഒഴുകി നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പ്രസിദ്ധമായ കെയ്ബുൾ ലംചാവോ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഇതാണ് നമ്മുടെ ലോക്തക് തടാകം. മണിപ്പൂരിലെ ലോക്തക് തടാകമാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആൻഡമാനിനെ നിക്കോബാറിൽ നിന്ന് വേർതിരിക്കുന്ന കടൽ ഭാഗം ഏത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ആൻഡമാൻ ഉണ്ട്, ഇവിടെ നിക്കോബാർ ഉണ്ട്. ഇതിന് തമ്മിൽ വേർതിരിക്കുന്ന കടൽ ഭാഗം അറിയപ്പെടുന്നത് ഏതാണ്? അത് 10 ഡിഗ്രി ചാനലാണ്. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മുടെ ആൻഡമാൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് 10 ഡിഗ്രി ചാനൽ. കണ്ടോ, ഇതാണ് 10 ഡിഗ്രി ചാനൽ. ഇതാണ് ഈ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ഒരൊറ്റ ഐലൻഡ് ആണെങ്കിലും അവയെ തമ്മിൽ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ. ഏത് മലനിരകളിലാണ് ധോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ധോഡാബെട്ട സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, നീലഗിരി കുന്നുകളിലാണ് ധോഡാബെട്ട സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്ന പേരെന്താ? ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്നത് വൃഷ്ടിപ്രദേശം എന്നുള്ളതാണ് ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന സ്ഥലം അറിയപ്പെടുന്നത്. നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണെങ്കിൽ അതിന് എന്ത് പറയും? പ്രഭവസ്ഥാനം എന്ന് പറയും. പ്രഭവസ്ഥാനം. അതേപോലെ ഒരു നദി കടലിലോ മറ്റു ജലാശയങ്ങളിലോ പതിക്കുന്നിടമാണ് എന്ത്? നദീമുഖം എന്ന് പറയും. നദീമുഖം. തുടങ്ങുന്നത് പ്രഭവസ്ഥാനം, അവസാനിക്കുന്ന നദീമുഖത്തിലായിരിക്കും. ഓക്കെ, അതായത് ഒരു നദിയിലേക്ക് ക്യാച്ച്മെൻറ്റ് ഏരിയ, അതാണ് വൃഷ്ടിപ്രദേശം, ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമാലയൻ നദികൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ബിഗ് എന്താണ്? ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ. ഇത് 3 ഹിമാലയൻ നദികൾ. ഇൻഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്ധു നദി. അപ്പോൾ ഏതൊക്കെയാണ്? സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ. ഇത് 3 എന്ത്? ഹിമാലയൻ നദികളായിട്ട് വരുന്നത്. സോ ഇവിടുത്തെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി 1, 2, 3 ആണ്. അതായത് ഹിമാലയൻ നദികളെന്ന് പറയുന്നത് എന്താണ്? ഹിമാലയൻ നദികളെന്നും അതേപോലെ തന്നെ ഉപദ്വീപീയ നദികളെന്നുമാണ് 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഇത് രണ്ടിനും കുറേ കോമൺ ആയിട്ട് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതേപോലെ രണ്ടിനുള്ള വ്യത്യാസങ്ങൾ, എന്തുകൊണ്ടാണ് ഇവയെ എങ്ങനെ തരംതിരിക്കാനുള്ള റീസൺ എന്താ? ഒന്നെന്താ? ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവിടെ എന്താണ്? എപ്പോഴും ജലമുണ്ടാകും. കാര്യം അവിടെ ഹിമാലയൻ നദികളിൽ വെള്ളം എത്തുന്നത് എവിടെ നിന്നായിരിക്കും? ഹിമാലയത്തിലെ മഞ്ഞുരുകിയാണ് അവിടേക്ക് വെള്ളം എത്തുന്നത്. സോ അവിടെ എപ്പോഴും എന്താണ്? വെള്ളമാലിന്യം അവിടെ സമൃദ്ധമാണ്. ഇനി അങ്ങനത്തെ കുറേ, ഈ നർമ്മദ എന്ന് പറയുന്നത് എന്താണ്? ഉപദ്വീപീയ നദിയാണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നോക്കിക്കേ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ, ബ്രഹ്മപുത്ര. ഏതാണ്? ഇവയൊന്നുമല്ല. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. സിന്ധു ഒഴുകുന്നത് എവിടെ കൂടിയൊക്കെയാണ്? നമ്മുടെ സിന്ധു നദിക്ക് എവിടെയൊക്കെ ഭാഗങ്ങളുണ്ട്? ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാനിലും കൂടെ സിന്ധു ഒഴുകുന്നുണ്ട്. പിന്നെ എവിടെയാണ്? പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഗംഗ. ഗംഗ എവിടെയൊക്കെയാണ്? ഇന്ത്യയിലും അതേപോലെ ബംഗ്ലാദേശിലും ഇന്ത്യ ഒഴുകുന്നുണ്ട്, ഗംഗ ഒഴുകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എവിടെയൊക്കെയാണ്? ഇന്ത്യ, അതേപോലെ ചൈന, പിന്നെ ഏതാണ്? ബംഗ്ലാദേശ്. ഇവിടെ 3 കൂടിയുമാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. സോ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ ഇവ 3 ഇവയൊന്നും ഇന്ത്യയിലൂടെ പൂർണ്ണമായിട്ടും ഒഴുകുന്നവയല്ല.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേര്. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ചില്ലാർ. എവിടെ നിന്നാണ് സിന്ധു ഉത്ഭവിക്കുന്നത്? നമ്മുടെ ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ഗ്ലേഷ്യറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. 2880 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ നീളം. ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ 2 ആൻസർ ഉണ്ട്. SCERT പ്രകാരമാണെങ്കിൽ അത് 709 നമ്മളിത് പഠിച്ചാൽ മതി, കാര്യം നമ്മൾ സ്റ്റേറ്റ് ലെവൽ എക്സാം അല്ല എഴുതുന്നത്. ഇനി NCERT പ്രകാരമാണെങ്കിലോ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക, 1114 കിലോമീറ്ററാണ് NCERT പ്രകാരവും. SCERT പ്രകാരം 709 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അതേപോലെ സിന്ധു നദിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ബ്രഹ്മപുത്ര. ഇപ്പോൾ ഇവിടെ നിന്ന് ഉത്ഭവിച്ചു, ഇത് മാത്രമാണ് എന്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും എല്ലാം എന്താണ് കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി എന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി അല്ലേ? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏറ്റവും അറ്റത്താണ് സിന്ധു നദി വരുന്നത്. അതേപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സിന്ധുവാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി, അതായത് നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണെങ്കിൽ ഇത് വന്ന് പതിക്കുന്നത് അറബിക്കടലിലാണ്. ബാക്കി രണ്ടും എങ്ങോട്ടേക്ക് പോകും? ബംഗാൾ ഉൾക്കടലിലോട്ട് പോകും. ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അറബിക്കടലിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി എന്ന് ചോദിച്ചാൽ ഏതാണത്? സിന്ധുവാണ്. ഓക്കെ, അതേപോലെ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും ഏറ്റവും കൂടുതൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയും ഏതാണ്? സിന്ധു നദിയാണ്. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി എന്ന് ചോദിച്ചാലും അതേതാണ്? സിന്ധു നദിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിരയാണ് ഇന്ത്യയിൽ. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിര ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് നമ്മുടെ ആരവല്ലി പർവ്വതനിരയാണ്. ഏറ്റവും പ്രായം കൂടിയത് ആരവല്ലിയും ഏറ്റവും പ്രായം കുറഞ്ഞത് ഏതാണ്? ഹിമാലയവുമാണ്. ഓക്കെ, എന്തൊക്കെയാണ് ആരവല്ലി പർവ്വതത്തിൻ്റെ മറ്റു പ്രത്യേകത? ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതമാണ് ആരവല്ലി പർവ്വതം. അതേപോലെ തന്നെ എന്താണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇന്ത്യയുടെ ഇതാണ് നമുക്കറിയാം, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. കണ്ടോ, ഈ ഒരു ഏരിയയിലായിട്ടല്ലേ. അപ്പോൾ എന്താണിത്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്ത്? ആരവല്ലി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് മൗണ്ട് ഗുരുശിഖറാണ്. മൗണ്ട് ഗുരുശിഖറാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും വലിയ മലനിര എന്ന്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. അതേപോലെ ഈ പർവ്വതനിരയാണ് രാജസ്ഥാനെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും വേർതിരിക്കുന്നത് ഏതാണ്? ആരവല്ലി പർവ്വതനിരയിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് ഇത്? മൗണ്ട് അബു. മൗണ്ട് അബു രാജസ്ഥാൻ നമ്മൾ പഠിച്ചു വയ്ക്കുന്നുണ്ട്. അതെവിടെയാണ്? ആരവല്ലി പർവ്വതനിരയിലാണ്. അവിടുത്തെ ജൈന ക്ഷേത്രമാണ് ഇത്? ദിൽവാര ക്ഷേത്രം. ദിൽവാര ക്ഷേത്രം എവിടെയാണ്? മൗണ്ട് അബുവിലാണ്. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒരു തടാകമുണ്ട്, അതിൻ്റെ പേരാണ് നക്കി തടാകം. നക്കി തടാകം. ഇവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മമാണ് ഈ തടാകത്തിലാണ് നിമജ്ജനം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആരവല്ലിയിലാണ്. അതേപോലെ ആരവല്ലി പർവ്വതനിരയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഏത്? അജ്മീർ. അജ്മീർ നഗരമാണ് ആരവല്ലി പർവ്വതനിരയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആരവല്ലിയെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ആരവല്ലിയുടെ പൊസിഷൻ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. എവിടെയാണ്? രാജസ്ഥാനിലെ കിഴക്കിനെയും പടിഞ്ഞാറായിട്ട് വേർതിരിക്കുന്നതാണ്. അതെവിടെയാണ്? വടക്ക് പടിഞ്ഞാറായിട്ടാണ് ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന്? വിന്ധ്യ പർവ്വതനിരകൾ ഏതാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ 3 സ്ഥലങ്ങളിലാണ് വിന്ധ്യ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം വിന്ധ്യ സത്പുര പർവ്വതനിരകൾ അല്ലേ? ഇതാണ് വിന്ധ്യ സത്പുര എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വിന്ധ്യ, ഇതാണ് ഇവിടെയാണ് സത്പുര. ഇതിൻ്റെ 2 നടുക്കൂടി ഒഴുകുന്ന നദിയാണ് ഇത്? താപ്തി നദി. നർമ്മദ താപ്തി എന്നാണ് വരുന്നത്. നർമ്മദ താപ്തി. അപ്പോൾ ഇത് വിന്ധ്യ പർവ്വതനിരകൾ. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയൊക്കെയാണ്? ഗുജറാത്തുണ്ട്, അതേപോലെ തന്നെ രാജസ്ഥാനുണ്ട്, പിന്നെ ഏതാണ്? മധ്യപ്രദേശുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 25 ക്വസ്റ്റ്യൻസ്. എപ്പോഴത്തെയും പോലെ എത്ര മാർക്ക് കിട്ടിയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. എക്സാമിങ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വേഗം വീണ്ടും കാണാം. താങ്ക്